ചില ആളുകൾ അങ്ങനെ അതിന് ഭൂലോക പിശുക്കന്മാരായിരിക്കും. 10 രൂപ പള്ളിക്ക് കൊടുക്കില്ല, എന്നാലും വെള്ളിയാഴ്ച അവന്റെ പേര് വിളിച്ചു പറയും. ചിരിക്കും ചെയ്യണം, ചിരി കൂടും പറ്റില്ല. അവനെ ചിരിക്കും ചെയ്യണം, ചിരി പാടാനും പാടില്ല. അത് കുഴപ്പമില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ആഗ്രഹമുണ്ടോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭൗതികമായ സൗന്ദര്യത്തോടെ സ്വർഗത്തിന്റെ വലതുകാലം വെച്ച് കിടക്കാൻ ആദ്യമായി കിടക്കുന്നതാരാ? ആ സ്വർഗത്തിലേക്ക് വാതിലേറ്റേക്ക് വെക്കാൻ ഒരേ ഒരു കോമഡി മാത്രമേ ഉള്ളൂ. ഖുർആൻ തന്നെ പറയുകയാ, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് യദ്ഖുലുഹാ ബിസലാം ذلك يوم الخلود من خشي الرحمن بالغيب. ആരുമില്ലാത്ത രഹസ്യത്തിൽ അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവനാരോ? ആൾക്കാരെടുപ്പക്കാരാ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് കാലെടുത്ത് വെക്കാൻ പറ്റുക ഒരൊറ്റ കാര്യം ജീവിതത്തിൽ ഉണ്ടാകണം. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. ആരുമില്ല, ഒരാൾ കാണുന്നില്ല, തെറ്റിനുള്ള സാഹചര്യം ഒരുങ്ങി നിൽക്കുകയാ. ആരുമില്ലാത്ത ഏകാന്തതയെ കാണുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്ന് അവനാണ് ഉദ്ഖുലൂഹാ ബിസലാം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗവാതിലിന്റെ മുമ്പിലെത്തുമ്പോ അവനോട് അല്ലാഹു പറയുന്നത്, ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവരെ, പടച്ചറപ്പിനെ ഭയന്നിട്ട് നരകത്തെ പേടിച്ചിട്ട് കത്തിച്ചൊരുക്കുന്ന അഗ്നിയെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവരെ, ഈ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക, വലതുകാൽ വെച്ച് സ്വർഗത്തിലോട്ട് കിടക്കുക. ഉദ്ഖുലൂഹാ ബിസലാം. സമാധാനത്തോടെ സന്ദേശത്തോടെ കിടക്കുക. അങ്ങനെ ഒരാളായി മാറാൻ എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഓർമ്മിപ്പിക്കുകയാ. ആരെ പോലെയെന്നറിയോ? ഏറ്റവും വലിയ രഹസ്യ സാഹചര്യത്തിൽ അല്ലാഹുവിനെ ഭയന്നിട്ട് മാറി നിന്നാളല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫിനെ കടന്നു പിടിച്ച പെണ്ണല്ലേ സുലൈഖ. സുലൈഖയാരാ? നമുക്കറിയാവുന്ന സുലൈഖ. നിങ്ങൾക്കറിയാത്ത സുലൈഖയാ ഞാൻ പറയുക. യൂസുഫ് നബിയെ പോലെ സൗന്ദര്യം ഉണ്ടാവണോ? ലോകത്തിൽ യൂസുഫ് നബിയെ കടന്നു പിടിച്ച പെണ്ണ ആര്? സുലൈഖ. ആരാ സുലൈഖ? വല്ലാതെ ആഗ്രഹം മൂത്തിട്ട് യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ വികാരത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാതിരാവിന്റെ നിശബ്ദതയിൽ കയറി പിടിച്ച് അനുരാഗ വിലോചനയായി, അനുരാഗയുക്തയായി യൂസുഫിനെ കടന്നു പിടിച്ച മാനകത്തിടമ്പോ ആര്? സുലൈഖ. നമുക്ക് അത്ര അറിയാം. പക്ഷെ സുലൈഖക്ക് പെങ്ങളെ സുലൈഖയെ പഠിച്ചു. നിങ്ങൾ കേട്ട ചരിത്രമല്ല, കേൾക്കാത്തത്. ആ സുലൈഖ ആരായി പിന്നീട്? ഒരു തെറ്റാർക്കുണ്ടാവും, ഒരു മോഹമുണ്ടാവും. പക്ഷെ ആ മോഹത്തെ എന്ത് ചെയ്യണം? മാറ്റണം. സുലൈഖ ആരാ? ബീവി സുലേഖ, ഭൂമതിലേഖ, നസീറിലെ രാജാത്തേ, അനുപമമാമദർ യൂസുഫ് നബിയെ മോഹിച്ച ഹോദാത്തി. അടിപൊളിയാ. നിങ്ങളാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അൽഹംദുലില്ലാ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം, പക്ഷെ പാടാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരിക്കും പാട്ട്. നന്നായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കേൾക്കും. ഇത് നല്ല ഇസ്ലാമികമായി കേൾക്കാൻ പറ്റുന്നല്ല, എല്ലാം കേൾക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല. അപ്പൊ പാടുന്നത് കേട്ടേക്കും. ഇന്നലെ അപ്പൊ എല്ലാവരും യൂസുഫിനെ കുറിച്ച്, യൂസുഫ് ആരാ? റംലാബീഗത്തിന്റെ കഥാപ്രസംഗത്തിൽ യൂസുഫിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു സുലൈഖയുണ്ട്. കാസർഗോഡ് പെങ്ങളെ കേട്ടുകൊണ്ടിരിക്കും. ഏത് സുലൈഖ? ഈ പർദ്ദയടിച്ചിട്ട് ആ പർദ്ദയുടെ 4 സൈഡും കീറി. അതെന്തിനു പർദ്ദയുടെ? അബായുണ്ട്, അബായുടെ 4 സൈഡും. ഇപ്പോഴത്തെ അബായ പർദ്ദ എല്ലാ പെണ്ണിനും ഉണ്ട്. ഈ സൈഡും കീറും, ഈ സൈഡും കീറും. അപ്പൊ എന്തിനാ പിന്നെ പർദ്ദ ഇട്ടിട്ട് കാര്യമുണ്ടോ? 2 സൈഡ് കീറും. എന്തിനാ? സാധാരണ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഫുട്ബോൾ മത്സരം നടക്കും. അപ്പൊ ഓലയുടെ മറ കൊണ്ട് മറയ്ക്ക് നമ്മൾ കാണാതെ നമ്മൾ പോയിട്ട് എന്ത് കീറും? കൊച്ചു പ്രായത്തിൽ കീറണ എന്തിനാ? അകത്തുള്ളത് കാണാനല്ലേ. മറ കീറണ എന്തിനാ? മറയ്ക്കുള്ളിലുള്ളത് നാണാണ്. മറയ്ക്കുള്ളിലുള്ളത്
കാണാൻ. അപ്പൊ പർദ്ദ ഇട്ടിട്ട് പിന്നെ അതിന് സൈഡ് കയറുന്ന എന്തിനാ? അടിയിലിട്ട ചുരിദാർ കാണാൻ. എന്നാ പിന്നെ ദൂരിട്ട് ചുരിദാർ ഇട്ടാ മതി. എന്തിനാ ഈ രണ്ടും കൂടെ എന്തിനാ? അള്ളാനെ പറ്റിക്കല. അള്ളാനെ പറ്റിക്കലല്ല. അകത്ത് നല്ല ചുരിദാർ, അതിന്റെ മുകളിൽ അപായയുടെ രണ്ട് സൈഡ് കീറും. അതെന്തിനാ? ചുരിദാർ കാണാൻ. അപ്പൊ പിന്നെ ഈ പർദ്ദ എന്തിനാ? അള്ളാനെ കാണിക്കാനാ. ഇതാണ് പരിപാടി. ഇത് അള്ളാനെ പറ്റിക്കണ പരിപാടി. പണ്ടാരോ പറഞ്ഞ പോലെ ഉമ്മ മരിച്ചപ്പോ വലിയ വിഷമമായിരുന്നു, വാപ്പ മരിച്ചപ്പോ ഉമ്മ മരിച്ച വിഷമം മാറി. ഉമ്മ മരിച്ചപ്പോ ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. അള്ളാഹു വാപ്പ മരിച്ചായല്ലോ. വാപ്പായി മരിച്ചപ്പോ എന്റെ വിഷമങ്ങൾ മാറി. അപ്പൊ ആള് ചോദിച്ചു, എന്താടാ നിനക്ക് അത്ര വിഷമം? അല്ല, ഉമ്മ മരിച്ചത് വെള്ളം കിട്ടാതെ മരിച്ചത്. ഉമ്മക്ക് ഒരു കൂടി വെള്ളം കൊടുക്കാൻ എനിക്ക് പറഞ്ഞ് പറ്റിയില്ല, വലിയ വിഷമായിരുന്നു. എന്റെ ഉമ്മ വെള്ളം കിട്ടാതെ മരിച്ചു പോയില്ല അള്ളാഹു. ഇപ്പൊ വാപ്പ മരിച്ചപ്പോ വിഷമുണ്ടെന്ന്. വാപ്പ വെള്ളത്തിൽ മുങ്ങിയാ മരിച്ചു. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഇടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈഖ ആരാ? സുലൈഖ ആരാ നിങ്ങൾ അറിയുക? ആരുമില്ലാതെ ഫലമാ സമയത്ത് ബിമക്രിഹിന്ന വാദസനത്തിലേഹിന്ന വഅതദത് ലഹുന്ന മുത്തഖൻ വഅതദ കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സികീര വകാലത് ഖുർജ അലൈഹിന്ന ഫലമാ റഅയ്നഹു വകബർനഹു വകതൈന ഐദിയഹുന്ന മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഈജിപ്തിലെ സുലൈഖ വിളിച്ചു കൂട്ടിയ പ്രഭുക്കന്മാരുടെ തമ്പുരാട്ടിമാര് മുഴുവനും അവരുടെ ഇടയിലൂടെ സൗന്ദര്യനാമമായ സൗന്ദര്യത്തിന്റെ മാർമരവില്ലുപോലെ സൗന്ദര്യമുള്ള യൂസുഫിനെ പറഞ്ഞു വിട്ടപ്പോ ആപ്പിള് മുറിക്കാൻ കൊടുത്ത കത്തി കൊണ്ട് കൈവിരൽ മുറിച്ചിട്ട് അതുപോലെ അറിയാതെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്ന ഈജിപ്തിലെ പെണ്ണുങ്ങളുടെ മനം മയക്കിയ ഏറ്റവും വലിയ മാതക സൗന്ദര്യത്തിന്റെ ഉടമയെ യൂസുഫേ, ആരുമില്ലാത്ത കൊട്ടാരത്തിന്റെ നടുവ് ഏകാന്തതയിൽ ആരും അറിയില്ല. സമയത്ത് ചന്ദനക്കെട്ടിലേക്ക് ചാരിക്കടന്നിട്ട് വസ്ത്രാഞ്ചലങ്ങൾ കണങ്കാലിന്റെ മുകളിലേക്ക് മാടിക്കടത്തി. യൂസുഫേ, യൂസുഫേ, യൂസുഫേ വാ എന്ന് പറഞ്ഞ് അനുരാഗ വിമസയായി വികാരത്തള്ളിച്ചയുടെ തീവ്രമായ സീൽക്കാര ശബ്ദത്തോടെ കാമുകനെ പോലെ യൂസുഫിനെ ഓടിപ്പിടിക്കാൻ നിന്ന ആരുമില്ല ചെറുപ്പക്കാരാ, ഒരാൾ പോലും അറിയില്ല. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ യൂസുഫും സുലൈഖയും മാത്രമാ. സുലൈഖയാരാ? മിസ്രിലെ റാണിയാ. മിസ്രിലെ റാണിയായ പെണ്ണ് കടന്നു പിടിക്കുമ്പോ കൈ തട്ടി മാറ്റിയിട്ട് കാലം എനിക്കെന്റെ റബ്ബിനെ പേടിയോ, എനിക്കെന്റെ റബ്ബിനെ ഭയമാ, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ, എനിക്ക് നരകം പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ, എനിക്ക് മീസാൻ പേടിയാ, എനിക്ക് ഹിസാബ് പേടിയാ, എനിക്കൊരു ചാമുകളിൽ സൂര്യനെ പേടിയാ, എന്റെ തലക്കൊന്ന ശരീരം പേടിയാ, എന്റെ മാംസം കരിയുന്നത് പേടിയാ, എന്റെ തലച്ചോറ് ചിതറുന്നത് പേടിയാ, എന്റെ കുടൽമാല വലിയുന്നത് പേടിയാ, എന്റെ ശരീരം ചിതറിസരിക്കുന്നത് പേടിയാ, നരകത്തിന്റെ മലക്കുകളെ പേടിയാ, സബാനിയാക്കളെ പേടിയാ, അല്ലാഹുവിനെ പേടിയാന്ന് പറഞ്ഞ് പാതിരാവിന്റെ നിശബ്ദതേ സുലൈഖാന്റെ കൈതട്ടി മാറ്റിയ യൂസുഫില്ലേ, ചെറുപ്പക്കാരാ സ്വർഗത്തിലേക്ക് വലത് കാല് വെക്കണോ, സ്വർഗം കണ്ടല്ല എന്ന് പറയണോ. അവസാനം തന്റെ പ്രിയപ്പെട്ട അനുരാഗരുദ്ധനായ യൂസുഫ് തനിക്ക് വസമ്പതനാകാതെ വരുമ്പോ നിരപരാധിയായ ചെറുപ്പക്കാരനെ വർഷങ്ങളോളം ഇരുമ്പടിക്കുള്ളിൽ ജയിലിലടച്ചിട്ട് സംഹാര താണ്ഡവമാടിയില്ല സുലൈഖ. വല്ലാതെ മനസ്സിൽ വൈരാഗ്യമായി ഞാൻ വലിച്ചിട്ട് എന്റെ കിടപ്പറയുടെ ചൂരും അനുഭവിക്കാമെന്നില്ലെങ്കിൽ യൂസുഫ് ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ആ ജയിലിന്റെ കാരാഗ്രഹത്തിൽ കമ്പിയെണ്ണി കടിയേണ്ടി വന്നില്ലേ. സംഹാര താണ്ഡവമാടി നിരപരാധിയായ യൂസുഫിനെ ജയിലിലടക്കപ്പെടുമ്പോ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി സഹോദരങ്ങളെ യൂസുഫ് നബി സുലൈഖാനെ വിവാഹം കഴിച്ചില്ലേ. ഈ സുലൈഖ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിവാഹം കഴിച്ചില്ലേ. ആദ്യ രാത്രിയായി സുലൈഖ എന്ന ഭാര്യയെ കാത്തി നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മണിയറയിലിരിക്കുകയാ. കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ കടന്നു പിടിച്ചു സുലൈഖ. വണങ്ങാൻ
കാലം വന്നപ്പോ ജയിലിലടച്ച സലീഹ ഇപ്പോൾ ഇതാ സലീഹ എന്റെ ഭാര്യയാ. അന്ന് ഞാൻ അള്ളാനെ പേടിച്ചു മാറി നിന്നടാ. ചെറുപ്പക്കാരാക്കടിയോ ഭൗതിക ജീവിതത്തിന്റെ പദാർത്ഥവാദത്തിന്റെ നടുവിലൂടെ അഭിനിവേശത്തിന്റെ അഭിനയകലയുടെ ആചാര്യന്മാരെ അർത്ഥതലങ്ങളിലോട്ട് ആവാഹിച്ചെടുത്ത ആധുനികയിലെ അപ്പോസ്തലന്മാരായി പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൽമാൻ ഖാന്റെ സൗന്ദര്യമല്ല, ജോൺ അബ്രഹാമിന്റെ സൗന്ദര്യമല്ല, അക്ഷയ് ദേവ്ഗണിന്റെ സൗന്ദര്യമല്ല, ദുൽഖർ സൽമാന്റെ സൗന്ദര്യമല്ല, യൂസുഫിന്റെ സൗന്ദര്യത്തോടെ സ്വർഗത്തിലെത്തണോ, വലതുകാലം വെച്ച് സ്വർഗത്തിലെത്തണോ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ യൂസുഫിന്റെ ചിത്രമാ. മണിയറയിലെ കാത്തുനിന്ന് സലീഹയുടെ പെങ്ങളെ, കാസർഗോഡ് പെങ്ങളെ സുലീഖാനെ കാണുന്നില്ല. മണിയറ രാത്രിയിൽ കാത്തിരുന്ന് കണ്ണ് കടയുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സലീഹ എന്നതിന്റെ ഭാര്യ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ബഹുമാനപ്പെട്ട സലീഹ ബീവി റളിയല്ലാഹു അൻഹാ ആ സമയത്ത് മുസല്ലയിൽ സുജൂദിൽ കിടന്ന് പൊട്ടി കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീര് തടത്തല്ലിയാ തൊടുകയാ. ആ സമയത്താണ് യൂസുഫ് നബി ചോദിക്കുന്നത്, സലീഹ എന്തേ സലീഹ കരയുന്നത് എന്തിനാ? ഒരു സമയത്ത് അല്ലാഹു എന്നെയും നിന്നെയും പരസ്പരം ഹറാമാക്കിയ കാലഘട്ടത്തിൽ എന്റെ ശരീരത്തിന്റെ അനുഭവിക്കാൻ നീ എന്നെ കടന്നു പിടിച്ചവളല്ലേ, വടങ്ങാത്ത എന്നെ ജയിലിലടച്ചവളല്ലേ. ഇന്ന് അല്ലാഹു നമ്മളെ രണ്ടുപേരെയും ഹലാലാക്കി തരുമ്പോ, ഇന്ന് നീ എന്റെ ഭാര്യയായിട്ട് വരുമ്പോ, ഇന്ന് എന്റെ കടപ്പറയിലോട്ട് വരാൻ ഭാഗ്യം ലഭിക്കുമ്പോ എന്തേ സലീഹ വരുന്നില്ല? സുജൂദിൽ കിടന്നിട്ട് കരയുന്നത് എന്തിനാ? ആ സമയത്ത് സലീഹ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്റെ സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹു ഭയന്ന് ജീവിച്ചവൻ സ്വർഗ്ഗത്തിന്റെ വലതുകാല് വെച്ച് കയറുന്നവനാ. യൂസുഫേ ആ സമയത്ത് എന്റെ മനസ്സിൽ വല്ലാത്ത പ്രേമം നിന്നോടാ, വല്ലാത്ത അനുരാഗം നിന്നോടാ. ആ സമയത്ത് എന്റെ മനസ്സ് മുഴുവനും നീയാണ് യൂസുഫേ. അതുകൊണ്ടാ നിന്നെ ഞാൻ പ്രേമിച്ചത്. ഇന്നെന്റെ മനസ്സിൽ നീയല്ല യൂസുഫ്. ഇന്നെന്റെ മനസ്സിലാരാന്നറിയോ? എന്റെ മനസ്സിൽ എന്റെ റബ്ബ, എന്റെ പടച്ചറപ്പിനോടുള്ള പ്രേമമാ, എന്റെ പടച്ചറപ്പിനോടുള്ള അനുരാഗമാ. അവന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ചെറുപ്പക്കാരനെ കടന്നു പിടിച്ച് അനുഭവിക്കാതെ വന്നപ്പോ പ്രതികാര ബുദ്ധിയോടെ ജയിലിലടച്ച് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് അവരെ ഏറ്റവും വലിയ കട്ടപ്പെടുത്തിയിട്ട് അള്ളാഹുവോട് ഞാൻ തൗബ ചെയ്തപ്പോ എനിക്കെല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തന്നെ ആരെയാണോ ഞാൻ ആഗ്രഹിച്ചത്, ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ എനിക്ക് എന്റെ ഭർത്താവാക്കി തന്നോ. എന്റെ പടച്ച ആരെയാണോ ഞാൻ ആഗ്രഹിച്ചത്, ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ എനിക്ക് എന്റെ ഭർത്താവാക്കി തന്നോ. എന്റെ പടച്ച എന്റെ റബ്ബേ, അവനോട് എനിക്ക് പ്രേമം കൂടുകയാ. അതുകൊണ്ട് മനസ്സിൽ എന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് മണിയറയിലാദ്യ രാത്രിയിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു പോയി ബഹുമാനപ്പെട്ട ബീവി സലീഹ. എന്തേ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ സ്വർഗ്ഗമത്ര സുഖകരമെന്ന് പറയുമ്പോ ആ സ്വർഗത്തിലേക്ക് വലതുകാലെടുത്ത് വെക്കണോ. ഖുർആൻ പറയുന്ന മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റുകൾ ചെയ്തു പോയാ വജാഅ ബിഖൽബിൻ മുനീബ്, പശ്ചാത്താപ വിനശമായ ഹൃദയവുമായി അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുന്നവനാരോ അവനാണ് നാളെ സ്വർഗത്തിലേക്ക് വലതുകാലം വെച്ചിട്ട് നബിയുല്ലാഹി യൂസുഫ് നബിയുടെ സൗന്ദര്യത്തോടെ കടന്നു പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് യൂസുഫ് സുലൈഖ. മോഹമുണ്ടായിരുന്നു, മാറി. പിന്നെ മോഹമാരോടായി? അല്ലാഹുവിനോടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വലതുകാല് വെച്ച് കയറ്റി. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. വലതുകാല് വെച്ച് കയറി കഴിഞ്ഞാൽ പിന്നെന്താ?
യതൂഫു അലൈഹിം വൽദാനും മുഖല്ലദൂൻ بأكواب وأباريك وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ചിരഞ്ജീവിത്വം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ കയ്യില് കള്ളിന്റെ കോപ്പകളായി പനിനീരിന്റെ കോപ്പകളായി കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ കലരാത്ത തേനൊരുക്കുന്നതാണ് സുന്ദരമായ വിഭവങ്ങളുമായി സ്വർഗവാസികൾ അടുക്കലേക്ക് വരും. കഴിച്ചു കുടിച്ചു പരിധിയില്ല, പരമാവധി കഴിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരമാവധി കഴിച്ചു എന്ന് പറഞ്ഞ് പടച്ചറപ്പ് കൊണ്ടുവന്ന് തരും. ഇരന്ത മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ദേവദാരു എന്ന് പറയും. സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്. ഏതാ? ദേവദാരു. മലക്കുകൾ കടന്നുകൊണ്ട് പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകൾ ഒരു വലിയ വിഷയമാണ്. മലക്കുകൾ വലിയ വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് പഠിച്ചു തീരട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം ഒറ്റ വാക്യം പറയാം. ഇപ്പൊ നമ്മളൊരു സൽക്കർമ്മം ചെയ്ത മലക്കുകൾ അള്ളാന്റെ അടുക്കൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ എത്തിക്കും. അപ്പൊ മലക്കുകളുടെ വേഗത എത്രയാണ്? ജിബ്രീലിന്റെ വേഗത എത്രയാണ്? പ്രകാശ വേഗതയേക്കാൾ അപ്പുറമല്ലേ? പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ സഞ്ചരിക്കും. അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നവരാരാ? ഒന്ന് പറ മനുഷ്യന്മാരെ. നിങ്ങളെന്ത് പിള്ളേരുടെ അപ്പ നിങ്ങൾ എഞ്ചിനീയറും ബൈക്ക് പഠിച്ചവരല്ലേ? അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് മലക്ക്. അപ്പൊ പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗത ഒരു വസ്തുവിനുണ്ടാകുന്ന എപ്പോഴാണ്? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം അറിഞ്ഞൂടെ? ഈ ഒരു സാധനം അതല്ലാത്ത അവസ്ഥയിലേക്ക് മാറും, അത് സ്വയമായിട്ടൊരു വേഗതയായി മാറും. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം വെച്ച് മലക്കുകളുടെ വേഗത നമുക്ക് തെളിയിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ പണിപ്പുരയിലാണ് ജിബ്രീലിനെ കുറിച്ച് പഠിച്ചപ്പോ തന്നെ 10 ദിവസം അത് പറയാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം എന്താ? ജിബ്രീലിന്റെ രൂപം നമ്മള് മലക്കുകളെ കേട്ടിട്ടുണ്ട്, പക്ഷെ ജിബ്രീലിന്റെ രൂപം എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഇനി ഒരിക്കൽ കൂടി എത്ര പ്രാവശ്യം എവിടെ വെച്ച് കാണും? ഇൻഷാ അല്ലാഹ് ഇനി കാസർഗോഡ് ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ പരിപാടി ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 13, 14 ചെർക്കളയിലാണ്. ഇൻഷാ അല്ലാഹ് വിഷയം 2 ദിവസം മലക്കുകൾ. അസറായില് മൂക്ക് പിടിക്കണ മലക്ക്, ജിബ്രീല്, മീകായില് മഴ പെയ്യിപ്പിക്കും. ഇതെങ്ങനെയാ മഴ പെയ്യണേ? ചുമ്മാ എന്നിങ്ങനെ കേട്ടാൽ മതി. പുതിയ വിഷയം പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 13, 14 ചെർക്കളയിൽ വിഷയം. ഇതുവരെയാണ് വിഷയം കൊടുത്തിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നിയൊരു വിഷയം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 13, 14. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ